ഇത് മാസ് മോട്ടോഴ്സിനാണ് ഹോണ്ട ഏവിയേറ്റർ വണ്ടി നമ്മൾ വർക്കിനായിട്ട് ഇടുന്നത്. നമുക്ക് മെയിനായിട്ട് അതിനകത്ത് പറഞ്ഞേക്കണ വർക്ക് എന്ന് പറഞ്ഞില്ല, എഞ്ചിൻ ഓയിൽ മാറ്റണം. പിന്നെ അതേപോലെ തന്നെ ഹോൺ വർക്ക് ചെയ്യുള്ള സീറ്റ് കവർ മാറ്റിയിടാനുണ്ട്. പെട്രോൾ മീറ്റർ വർക്കിംഗ് അല്ല, അത് പ്രോപ്പറായിട്ട് വർക്കാവുള്ളൂ. അത് വെറുതെ കിടന്ന് ഷിവർ ചെയ്തുകൊണ്ടിരിക്കുക. സൈഡ് സ്റ്റാൻഡ് ചെക്ക് ചെയ്യുക. അതേപോലെ തന്നെ ലെഫ്റ്റ് സൈഡിലത്തെ ബോഡി കവർ പോയിട്ടുണ്ട്, അപ്പോൾ അതൊന്ന് റെഡിയാക്കുക. അതൊക്കെയാണ് മെയിനായിട്ട് പറഞ്ഞത്. അപ്പോൾ നമുക്കിത് ഈ സൈഡിലത്തെ കവർ മൊത്തം തുരുമ്പിട്ട് വിട്ടു പോകണം. പ്രത്യേകിച്ചൊന്നും ചെയ്യാൻ ഞാനതിൻ്റെ ഉള്ളിൽ ഒരു ക്ലാമ്പിട്ട് ബലപ്പെടുത്തിയിട്ടുണ്ട്. അതാണ് നമുക്കത് ആകെ ചെയ്യാൻ പറ്റുക കേട്ടോ. സൈഡ് സ്റ്റാൻഡ് ആയാലും അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ഓല കാണിച്ചിട്ടുണ്ട്. ആ സ്പ്രിങ് ഒന്ന് ടെൻഷനാക്കിയിട്ടുണ്ട്. അപ്പോൾ അത് വേറെ പ്രശ്നമില്ല, അത് ആ രീതിയിൽ കിടന്ന് ഓടിക്കോളും. പിന്നെ ഉള്ളത് എഞ്ചിൻ ഓയിൽ മാറ്റുന്നുണ്ട്, ഓയിൽ ചേഞ്ച് പറഞ്ഞിട്ടുണ്ട്. ബ്രേക്ക് ഒരല്പം കുറവുണ്ട്, ഞാൻ ടൈറ്റ് ചെയ്തിട്ടുണ്ട്. ഹോണ്ട കംപ്ലയിൻറ്റ് അതിൻ്റെ ക്ലിപ്പ് ലൂസായി കിടന്നിരുന്നതാണ്, അപ്പോൾ അത് റെഡിയാക്കിയിട്ടുണ്ട് കേട്ടോ. പിന്നെ എഞ്ചിൻ ഓയിൽ മാറ്റാം. പെട്രോൾ മീറ്ററിൻ്റെ കംപ്ലയിൻറ്റ് മീറ്റർ മെക്കാനിസത്തിൻ്റെയാണ്. അത് നമുക്ക് പുറമേ നിന്ന് പ്രത്യേകിച്ചൊന്നും ചെയ്യാൻ പറ്റില്ല. ആ മെക്കാനിസം അസംബ്ലി അപ്പാടി സെറ്റായിട്ടൊക്കെ കിട്ടുള്ളൂ. അത് മാറ്റി കളഞ്ഞാലാണ് അത് റെഡിയാവുള്ളൂ. അതല്ലാണ്ട് വേറെ ഒന്നും ചെയ്യില്ല, അതൊന്നും നടക്കില്ല കേട്ടോ. പിന്നെ ഒരു സീറ്റ് കവർ ഇടാം, അത്രയും കേസാണ് പറഞ്ഞാണ്. അപ്പോൾ ഞാൻ അതിൻ്റെ ഏകദേശം ഒരു എസ്റ്റിമേറ്റൊക്കെ ആക്കിയിട്ട് ഡീറ്റെയിൽസ് ഇടാം, വാട്സാപ്പിലേക്ക് ഇടാം. അത് നോക്കിയിട്ടൊന്ന് റിപ്ലൈ ഇട്ടാൽ മതി. വർക്ക് കംപ്ലീറ്റ് ആയി കഴിയുമ്പോൾ കോൺടാക്ട് ചെയ്യാം കേട്ടോ. ഓക്കെ.